എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. തയ്യാറെടുപ്പുകളൊന്നുമില്ലാതെ രാവിലെ എഴുന്നേറ്റ് വന്ന് ക്രിസ്മസിന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അരമണിക്കൂറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയുടെയും റെസിപ്പിയാണ്. നമ്മൾ ഈ അപ്പത്തിനായിട്ട് അരി കുതിർക്കേണ്ട ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ മുട്ടക്കറിക്കായിട്ട് നമ്മൾ സവാള വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്ന മുട്ടക്കറിയാണ്. പക്ഷേ ടേസ്റ്റ് ഇപ്രാവശ്യം നല്ല വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അതിനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 1.25 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അപ്പം പത്തിരിപ്പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നിറച്ച 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഹീപ്പ് കപ്പാണ്. അതോടൊപ്പം തന്നെ നിറഞ്ഞ 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. പച്ചരിയുടെ ചോറ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതിലേക്ക് 1.5 മുതൽ 2 ടീസ്പൂൺ വരെ ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ടേസ്റ്റിനായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാധാരണ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും ഒരു 10-15 മിനിറ്റ് കൂടുതലെടുക്കും നമ്മുടെ മാവ് പതച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സാധാരണ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് കുറച്ച് പഞ്ചസാര വെള്ളത്തിൽ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇൻസ്റ്റൻറ്റ് ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നേരിട്ട് ഇതുപോലെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈസ്റ്റ് പഴയതല്ല എന്ന് ഉറപ്പുവരുത്തുക. പഴയതാണെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ വേണ്ടി വരും. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. നമ്മൾ 2ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. മൊത്തം കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ മിക്സി കറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 1.25 കപ്പ് വെള്ളം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഈ മാവ് മിക്സിയിലേക്ക് ഒട്ടിപ്പിടിക്കുന്നതും പിന്നെ ഇത് അരയ്ക്കുമ്പോൾ ഇങ്ങനെ സ്റ്റക്കായി പോകുന്നതും അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ കറക്റ്റ് അളവിനാണ് നമ്മൾ വെള്ളമൊക്കെ പറയുന്നത്. ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് നോക്കുക. അപ്പോൾ പകുതി മാവ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മാവ് ഇങ്ങനെ പറന്നങ്ങ് പോകുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. തരികളൊന്നും ഇല്ലാതെ ഇതുപോലെ ലൂസായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് വീണ്ടും 1.25 കപ്പ് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയിരിക്കുന്ന പകുതി മാവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ മാവ് ചേർത്ത് കൊടുക്കാനായിട്ട്. നേരത്തെ പോലെ തന്നെ ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു 2 ടേബിൾ സ്പൂൺ റവ പൊടിച്ചതും കൂടി ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും. ഞാനിവിടെ ഡബിൾ ഹോൾസിൻ്റെ ഈ അപ്പം ഇടിയപ്പം പത്തിരിപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ സാധാരണ വറുത്ത അരിപ്പൊടി യൂസ് ചെയ്താലും മതിയാകും. 2 പ്രാവശ്യം അരച്ചതും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മാവിന് ചെറിയൊരു ചൂട് കാണും. മിക്ക മിക്സിയിൽ അരച്ചാലും ആ ഒരു ചൂട് വരും. ഇനി നിങ്ങളുടെ മാവിന് ചൂടില്ല, തണുത്തായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പിൽ താഴെയായിട്ട് ചെറിയ ചൂടുവെള്ളം, ലൂക്ക് വാം വാട്ടർ, ഒരുപാട് ചൂടാകരുത്, ഇളം ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. നമ്മൾ സാധാരണ അപ്പത്തിന് അരച്ച് വെക്കുന്ന പോലെ തന്നെ കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമ്മൾ കലക്കി വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബൗളിൽ ഇത് പുളിക്കാൻ മാറ്റി വെക്കേണ്ടതെന്ന് കരുതിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ചരുവത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കുകയാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മൈക്രോവേവ് ബൗൾ യൂസ് ചെയ്തത്. നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് ആക്ടിവേറ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം. ഒരു 4-5 പേർക്കുള്ള മാവാണ് നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇതവിടെ ഇരുന്ന് ആക്ടിവേറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. അതിനായിട്ട് നമുക്ക് 4 സവാളയുള്ളി വേണം, 2 ചെറിയ തക്കാളി വേണം, 2 പച്ചമുളക് വേണം. ഇത് കൂടാതെ നമുക്ക് ഒരു 10 ചെറിയ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം. അതോടൊപ്പം തന്നെ ഒരു വലിയ പൊട്ടാറ്റോയും ഉരുളക്കിഴങ്ങും വേണം. ആദ്യം നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ ഈ മുട്ടക്കറിയും തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്ക് കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു 3 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ടയും 1 ഏലക്കായും ചേർത്ത് കൊടുത്ത് നല്ലൊരു മണം വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കുക. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ പച്ചമണം മാറി നല്ലൊരു മണം വരുന്നിടം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. സവാളയുള്ളി ചേർത്ത് കൊടുക്കാം. സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്നും നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത്
നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്ത് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 1 വിസിലിനും ഏറ്റവും ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ 3 വിസിലിനുമാണ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നത്. സ്റ്റവിൻ്റെ ഏറ്റവും ചെറിയ ബർണറിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ കുക്കറാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ മൊത്തം ഒരു 4 വിസിലായപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വഴൻ്റെ പോലെ ആയിട്ടുണ്ട്. എൻ്റേതിലിപ്പം തീരെ വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വിസിൽ വന്നതിന് ശേഷം ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് തിളപ്പിച്ച് കുറച്ചൊന്ന് വെള്ളം വറ്റിച്ചതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് ഇതൊന്ന് നല്ലപോലെ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വേണം നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 നുള്ള് പെരിഞ്ജീരകം, ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിത്രയും ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കണം. പൊടിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടണം. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആ ഒരു പൊടിയുടെ പച്ചച്ചുവ മാറിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 2 തക്കാളി ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ തിളപ്പിച്ച ബഫല്ലോ മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഫുൾ ക്രീം കൗ മിൽക്കും ചേർത്ത് കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം, പാൽപ്പൊടി കലക്കിയത് ചേർത്ത് കൊടുക്കാം, ക്രീം ചേർത്ത് കൊടുക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പശുവിൻ പാൽ അല്ലെങ്കിൽ എരുമപ്പാൽ തിളപ്പിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഫുൾ ക്രീം പാലെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വിസിൽ വരുന്ന സമയത്താണ് ഞാൻ പാല് ചൂടാക്കി എടുത്തതും മുട്ട പുഴുങ്ങിയത് തൊലിച്ചെടുത്തതും ഒക്കെ. അപ്പോൾ നമ്മൾ തീരെ സമയം കളയാതെയാണ് നമ്മൾ അരമണിക്കൂറിൽ ഇതെല്ലാം തയ്യാറാക്കി എടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ പാലൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കറിക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പാല് തന്നെ ചേർത്ത് കൊടുത്താലും മതിയാകും. അവസാനമായിട്ട് നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വരഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പാല് ചേർത്തതിന് ശേഷം ഒരുപാടിട്ട് തിളപ്പിക്കാനൊന്നും പാടില്ല. ജസ്റ്റ് ഒന്ന് തിള തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിള വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എന്ത് എളുപ്പമാണെന്ന് നോക്കി, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. നമ്മളെല്ലാം കൂടെ കുക്കറിലിട്ട് വിസിൽ വെച്ച് തുറന്നിട്ട് പൊടിയും പാലും മുട്ടയും ചേർത്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ഇളക്കി വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിന് മുന്നേയും നമ്മൾ പല രീതിയിലുള്ള മുട്ടക്കറികൾ ഇതുപോലെ തന്നെ കുക്കറിൽ ഒരുപാട് സമയം കളയാതെ ഉണ്ടാക്കുന്ന റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് പേര് അതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. എഗ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റിൽ ഞാനതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മാവൊക്കെ പതച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്ക് മുകളിൽ നിന്ന് കോരി കോരി വേണം ചുട്ടെടുക്കാനായിട്ട്. ഇന്ന് ഞാൻ വെള്ളയപ്പം പോലെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. ഒരു 2 തവിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ നമ്മൾ അടപ്പ് കൊണ്ട് അടച്ച് വെക്കരുത്. ഇതിൻ്റെ ഹോൾസൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. ഇങ്ങനെ കുഴികൾ വന്നതിന് ശേഷം മാത്രം നമ്മൾ അടച്ച് വെക്കുക. അടച്ച് വെച്ചാൽ വളരെ പെട്ടെന്ന് ഒരു 1 മിനിറ്റ് 1.25 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ കുക്കായി കിട്ടും. അപ്പോൾ അടിഭാഗം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെയാണ് നമ്മളിതൊന്ന് ചുട്ടെടുക്കുന്നത്. ബ്രൗൺ കളറൊന്നും ആവേണ്ട വരെ ആവശ്യമില്ല. നമ്മൾ ഈ അപ്പം മറിച്ചിടില്ല, ഇങ്ങനെ നേരെ വെച്ച് തന്നെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതേ അളവിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഈസ്റ്റ് പഴയതാകരുത്, നല്ല ക്വാളിറ്റിയുള്ള ഈസ്റ്റ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോസിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കേടുണ്ടോയെന്ന്. ഈസ്റ്റ് ഒരു കേടുള്ള ഒരു വസ്തുവല്ല. ഈസ്റ്റ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് വരെ മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് മുന്നേയും ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പത്തിൻ്റെ റെസിപ്പിയും റവ കൊണ്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി പോസിറ്റീവ് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള റെസിപ്പീസാണ്. അതിൻ്റെ 2ലെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതിൻ്റെ കമൻറ്റ്സ് വായിച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ ഉറപ്പായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മെറി ക്രിസ്മസ്. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.